ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുക അല്ലെങ്കിൽ ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു ടോപ്പിക്കാണ് ബി, അല്ലേ? ആണല്ലോ. ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ അതും ഇല്ലാതാകും. നോക്കിയാലോ? നോക്കാം. നമ്മൾ ഒന്നാമതായിട്ട് ബി ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയോട് ആകൂ എന്ന് പറയണം. ശാന്തനാകൂ, ആത്മവിശ്വാസമുള്ളവനാകൂ, അതാകൂ, ഇതാകൂ, മറിച്ചതാകൂ എന്ന് പറയില്ലേ? അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒന്നാമതായിട്ട് ബി ഉപയോഗിക്കുക. കണ്ടോളി, ബി പ്ലസ് അഡ്ജക്റ്റീവ്. എന്താണ് ബി പ്ലസ് അഡ്ജക്റ്റീവ്? ഈ അഡ്ജക്റ്റീവ് വേർഡ് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട, ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. കണ്ടോളി, ഒന്നാമത്തെ ഉദാഹരണമാണ് ബി കെയർഫുൾ. ബി കെയർഫുൾ. ഒരു വ്യക്തിയോട് പറയണം ബി കെയർഫുൾ, ശ്രദ്ധയുള്ളവനാകൂ എന്നർത്ഥം. എന്തെങ്കിലും പൊട്ടുന്ന സാധനം ഒരാൾ എടുക്കുകയാണ്, അപ്പോൾ ആ സമയത്ത് ബി കെയർഫുൾ, ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് പറയാം, അല്ലേ? ആകൂ, ശ്രദ്ധയുള്ളവനാകൂ എന്നർത്ഥം. അവിടെ നിങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടി ചായയോ എന്ത് കൊണ്ടുവരാണ്, ബി കെയർഫുൾ, ബി കെയർഫുൾ, അല്ലേ? ആ വെക്കുന്ന സമയത്ത് പറയാം ബി കെയർഫുൾ, ബി കെയർഫുൾ. ആണ് ആകൂന്ന്, ആകൂ. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. കണ്ടോളി, ബി കാം. ബി കാം, ശാന്തനാകൂ. ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ആ സമയത്ത് പറയാം ബി കാം, ബി കാം, ബി കാം. അവിടെ കാം എന്ന് പറയുമ്പോൾ എൽ ഉച്ചരിക്കരുത്, എൽ ഉച്ചരിക്കാതെ പറയണം. അല്ലാതെ ബി കാലമ്, എന്ത് ബി കാലമെന്ന്, ബി കാലമെന്ന് പറയുന്നത് ബി കാം, ബി കാം. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. എന്താ ഈ ശാന്തനാകൂ, ആകൂ എന്നാണ്. അടുത്താണ് ബി സൈലൻറ്റ്. ബി സൈലൻറ്റ്, നമ്മൾ കുട്ടിയോട് പറയില്ലേ ബി സൈലൻറ്റ്, മിണ്ടാതിരിക്കൂ. എന്താണ് മിണ്ടാതിരിക്കൂ, ബി സൈലൻറ്റ്. അടുത്താണ് ബി കോൺഫിഡൻറ്റ്. ബി കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ളവനാകൂ എന്ന് പറയാണ്. നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, പേടിക്കല്ല. ബി കോൺഫിഡൻറ്റ്, ബി കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ളവനാകൂ. അടുത്താണ് ബി പേഷ്യൻറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ക്ഷമ എന്നാണ്, ക്ഷമ. അതാണ് ബി പേഷ്യൻറ്റ്, ക്ഷമ ഉള്ളവനാകൂ എന്നർത്ഥം. ക്ഷമ ഉള്ളവനാകൂ, ബി പേഷ്യൻറ്റ്. അല്ല സാറേ, അപ്പോൾ മറ്റേ രോഗി എന്നുള്ള പേഷ്യൻറ്റ് അതിൻ്റെയും ഇതിൻ്റെയും സ്പെല്ലിങ് സെയിം അല്ലേ? അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? ബീൻ്റെ കൂടെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ അതിനാകെ ഒരു അർത്ഥമുള്ളൂ എന്ന് പറയുമോ, എന്താണ് ക്ഷമയുള്ളവനാകും എന്നാണ്. അതല്ല, ഈ ബി അതുപോലെ പേഷ്യൻ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എ വരികയാണെങ്കിലോ, ബി എ ആണെങ്കിലോ, ബി എ പേഷ്യൻ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇതിൻ്റെ അർത്ഥം എന്ത്, രോഗിയാകുന്നത്. ബി എ പേഷ്യൻ്റ്, ഒരു രോഗിയാകൂ, ഒരു രോഗിയാകുന്നത്. ഓക്കെ, അപ്പോൾ ബിയുടെ കൂടെ അപ്പോൾ രണ്ടിൻ്റെയും സ്പെല്ലിംഗ് സെയിം ആണ്. എന്താണ് രോഗി അതുപോലെ ക്ഷമ, രണ്ടിൻ്റെയും സ്പെല്ലിംഗ് സെയിം ആണ്. ബീൻ്റെ കൂടെ ഡയറക്റ്റ് പേഷ്യൻ്റ് വരികയാണെങ്കിലോ, ഇത് വരികയാണെങ്കിൽ ആകെ ഒരു അർത്ഥമുള്ളൂ, ഒരു അർത്ഥമേ ഉള്ളൂ, അതാണ് എന്താണ് ക്ഷമയുള്ളവനാകൂ എന്ന്. ഓക്കെ, നമ്മളിങ്ങനെ പറയാറില്ലേ ബി എ ഡോക്ടർ, ഒരു ഡോക്ടർ ആകൂ. അതുപോലെ ബി എ വരണം, എ വന്നാലേ അവിടെ എന്താ ഉള്ളൂ. കാരണം ഇവിടെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എന്ത് വരാറില്ല, ആർട്ടിക്കിൾ എ എന്ന് വരാറില്ല. ഇപ്പോൾ നിങ്ങൾ ഗ്രാമർ ഒന്ന് പഠിക്കണം, ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ബീൻ്റെ കൂടെ ഡയറക്റ്റ് പേഷ്യൻ്റ് വന്നാൽ എന്താണ്, ക്ഷമ ഉള്ളവനാകൂ എന്നാണ്. അപ്പോൾ അതും ഓക്കെ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് പറയാം. നെഗറ്റീവ് പറയുമ്പോൾ സിമ്പിളാണ്. എന്താ പറയുക, ഈ ബീൻ്റെ മുന്നേ ഡോണ്ട് ചേർക്കുക. ബീൻ്റെ മുന്നേ എന്ത് ചെയ്യുക, ഡോണ്ട് എന്ന് പറയുന്ന വേർഡ് ചേർത്താൽ മതി. എന്താ ഡോണ്ട്? കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ബി ഉപയോഗിച്ച് പറയാൻ കഴിയുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ നെർവസ്. നെർവസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയം അല്ലെങ്കിൽ പേടി, അല്ലേ? നമ്മളങ്ങനെ പറയാറില്ല ഒരാളോട് ബി നെർവസ്, പേടിയാകൂ, ഹൈ ഭയമുള്ളവനാകുന്നു അത് പറയോ? ഇല്ലല്ലോ. അവിടെ നമ്മൾ ഡോണ്ട് ചേർത്ത് പറയും, അല്ലേ? എന്തിനാ പേടിക്കുന്നത്, ഡോണ്ട് ബി നെർവസ്, ഡോണ്ട് ബി നെർവസ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമുക്ക് എന്താ പറയാം, ഡോണ്ട് ബിയുടെ മുന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയും സംസാരിക്കാം. ഓക്കെ അല്ലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബിയുടെ ഉപയോഗം. ഇനി രണ്ടാമത്തെ ബിയുടെ ഉപയോഗമാണ് കണ്ടോളി. ബീൻ്റെ കൂടെ എന്ത് പറയുന്നല്ലോ, നൗണ് പറയാം. എന്താണ് നൗൺ? ഈ നൗണ് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഉദാഹരണം വായിക്കുമ്പോൾ ശരിയാവുന്നേ. കണ്ടോളി, സ്റ്റുഡൻറ്റ്, അതുപോലെ ലിസണർ, ലീഡർ. ഓക്കെ, എക്സാമ്പിൾ. കണ്ടോളി, ഞാൻ പറയാണ് ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്, ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. നമുക്കറിയാം ഇവിടെ സ്റ്റുഡൻറ്റ് എന്താണ്, നൗണാണ്, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരണം, എ വരണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയുന്നത്, പേഷ്യൻ്റ്, രോഗി എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ എ ചേർക്കണം, അപ്പോഴാവുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ, ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്.
നല്ലൊരു വിദ്യാർത്ഥിയാകൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാണ്, ഒരു കുട്ടിയോട് പറയാണ്, എടാ നീ എന്താ ഹോംവർക്ക് ചെയ്യാത്ത, നീ എന്താ പഠിക്കാത്ത, ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്, ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്, നല്ലൊരു വിദ്യാർത്ഥിയാകൂ. ഓക്കെ, അടുത്താണ് ബി എ ഗുഡ് ലിസണർ, ബി എ ഗുഡ് ലിസണർ, നല്ലൊരു കേൾക്കുന്നവരാകൂ എന്ന് പറയാണ്. ആദ്യം കേൾക്കണം, ശരിക്കും കേൾക്കണം. ബി എ ഗുഡ് ലിസണർ, ബി എ ഗുഡ് ലിസണർ. അടുത്താണ് ബി എ ലീഡർ, ബി എ ലീഡർ, നല്ലൊരു നേതാവാകൂ, നല്ലൊരു നേതാവാകൂ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ്, ഇവിടെയും ബിയുടെ അർത്ഥം ആകൂ എന്നാണ്, ഇവിടെയും ബിയുടെ അർത്ഥം ആകൂ എന്നാണ്. പിന്നെ പറയാണ് ബി എൻ എക്സാമ്പിൾ, ഒരു മാതൃകയാകൂ എന്ന് പറയാണ്. ഒരു ഉദാഹരണം മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണം എന്ന് പറയില്ല, മാതൃക. അതാണ് ബി എൻ എക്സാമ്പിൾ, ഒരു മാതൃകയാകൂ. ആർക്കെന്നറിയോ? ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകൂ. ആകണം. നന്നായി പഠിക്ക്, നല്ല മാർക്ക് വാങ്ങ്, നല്ലൊരു ജോലി നേട്, അങ്ങനെ മറ്റുള്ളവർക്കൊരു ഉദാഹരണം അല്ല ഒരു മാതൃകയായി മാറൂ എന്ന് പറയുമ്പോൾ ബി ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്, അല്ലേ? ഇതൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെയും എന്താണ്, ബിയുടെ ഉപയോഗം കഴിഞ്ഞു. ഒന്നാമത്താണ് ബി പ്ലസ് അഡ്ജക്റ്റീവ്, രണ്ടാമത്താണ് ബി പ്ലസ് നൗൺ. ഓക്കെ, മനസ്സിലായി? തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്താണ് മക്കളെ ബിയുടെ മൂന്നാമത്തെ ഉപയോഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബീൻ്റെ കൂടെ നമ്മൾ പ്ലേസ് ചേർക്കും, പ്ലേസ്. ഓക്കെ, പ്ലേസ് ചേർക്കും. ബി പ്ലസ് പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ. എങ്ങനെ? ഉദാഹരണം കണ്ടോളി. ഒന്നാമതാണ് ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ്, ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ്. എന്താണ്? വൈകുന്നേരം വീട്ടിലുണ്ടാകണം എന്ന് പറയണം. ഉണ്ടാകുക എന്ന് പറയല്ലോ, ആകുക, ഉണ്ടാകുക ആണ്, ഉണ്ടാകുക. രണ്ടാമത്താണ് ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ്. അതെ, വൈകുന്നേരം വീട്ടിലുണ്ടാകണം അല്ലെങ്കിൽ വീട്ടിലുണ്ടാകൂ എന്ന് പറയണം. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയണം, ഹലോ എവിടെ? പുറത്താണ്. പുറത്തോ? ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഞാൻ വരുന്നുണ്ട്, അപ്പോൾ വൈകുന്നേരം നീ വീട്ടിലുണ്ടാകണം എന്ന് പറയാം. ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ്. ഓക്കെ, ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ്. അപ്പോൾ വൈകുന്നേരം വീട്ടിലുണ്ടാകണം എന്ന് പറയണം. അടുത്താണ് ബി ദെയർ, അവിടെ ഉണ്ടാകണം. ഓൺ ടൈം, കൃത്യസമയത്ത്, അല്ല സമയത്ത്. അതായത് ബി ദെയർ ഓൺ ടൈം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, അതെ ഇന്ന് അവിടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് എന്താണ്? ബി ദെയർ ഓൺ ടൈം, ബി ദെയർ ഓൺ ടൈം. അതെ, കൃത്യസമയത്ത് അവിടെ ഉണ്ടാകണം, അവിടെ ഉണ്ടാകണം. അതാണ് പറഞ്ഞത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുക അല്ലെങ്കിൽ ഉണ്ടാകുക. ഇപ്പോൾ ഓക്കെ ആയല്ലോ? ഓക്കെ. അപ്പോൾ ബിയുടെ കൂടെ പ്ലേസോ അല്ലെങ്കിൽ പൊസിഷൻ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? ഉണ്ടാകുക എന്നുള്ള അർത്ഥം വന്നു. ബി അറൗണ്ട് ഹിയർ, ബി അറൗണ്ട് ഹിയർ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട്, രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ ഒരു കുട്ടിയുമായിട്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ്, അല്ലേ? പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോയി എന്ന് വിചാരിക്കുക, ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു മേള എന്തെങ്കിലും പോയി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കുട്ടി പറയാണ്, അതെ ഞാൻ കളിക്കാൻ പോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ, ഞാൻ ഒന്ന് കറങ്ങട്ടെ. അപ്പോൾ നമ്മൾ പറയാണ് എന്താണ്? ബി അറൗണ്ട് ഹിയർ. ഓക്കെ, ബി അറൗണ്ട് ഹിയർ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകണം എന്ന് പറയാണ്. ദൂരേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ, അല്ലേ? പോലെ ബി അറൗണ്ട് ഹിയർ. ഓക്കെ, ബി അറൗണ്ട് ഹിയർ. ഇവിടെ അല്ലെങ്കിൽ അടുത്ത് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകണം. ഓക്കെ, അതാണ് അർത്ഥം. ബി അറൗണ്ട് ഹിയർ, ബി അറൗണ്ട് ഹിയർ, ഉണ്ടാകണം എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകുക. പിന്നെ പറയാണ് ബി ഇൻ ദ ഹോസ്പിറ്റൽ ടുനൈറ്റ്. എന്നർത്ഥം ഇന്ന് രാത്രി എന്താണ്? ഹോസ്പിറ്റലിൽ ഉണ്ടാകണം എന്ന് പറയണം. ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ ഉണ്ടാകണം. ഓക്കെ, നിനക്കറിയാലോ അവൻ ഹോസ്പിറ്റലാണ്, അപ്പോൾ ഇന്ന് രാത്രി അവിടെ ഉണ്ടാകണം എന്ന് പറയാണ്. ബി ഇൻ ദ ഹോസ്പിറ്റൽ ടുനൈറ്റ്. ഓക്കെ, ഐ വിൽ കം, ഞാൻ വരും. ബി ഇൻ ദ ഹോസ്പിറ്റൽ എന്തായി? ടുനൈറ്റ്. അപ്പോൾ അതും ഒക്കെയാണല്ലോ. നമ്മുടെ മൂന്നാമത്തെ ബിയുടെ ഉപയോഗം നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ബീൻ്റെ കൂടെ പ്ലേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഉണ്ടാകുക അല്ല ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി അടുത്താണ് മോഡൽ ഓക്സിലറി. വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോളി, നമുക്കറിയാം മോഡൽ ഓക്സിലറി. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ, കുഡ്, മേ, അല്ലേ? അതുപോലെ ഷുഡ്, വുഡ്, ഇതിൻ്റെയൊക്കെ കൂടെ ബി വരാറുണ്ട്. എങ്ങനെ നോക്കാം? ഉദാഹരണം കണ്ടോളൂ. ഉദാഹരണം ഒന്നാമതാണ് ഹീ ക്യാൻ ബി എ ഡോക്ടർ. ഹീ ക്യാൻ ബി എ ഡോക്ടർ. അവന് ഒരു ഡോക്ടറാകാൻ കഴിയും. അവന് ഒരു ഡോക്ടർ ആകാൻ. ഇവിടെ കണ്ടോ? ആകാൻ. അതുകൊണ്ടാണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുക എന്ന് പറഞ്ഞത്, അല്ലേ? ഹീ ക്യാൻ ബി, അവനാകാൻ കഴിയും. എന്താകാൻ കഴിയുന്നല്ലോ? എ ഡോക്ടർ. അവർ ഡോക്ടർ ആകാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയാണ്, അതെ
എൻ്റെ അനിയുണ്ടല്ലോ, അവൻ നന്നായിട്ട് പഠിക്കും. ഹി ക്യാൻ ബി എ ഗുഡ് ഡോക്ടർ, അല്ലെങ്കിൽ ഹി ക്യാൻ ബി എ ഡോക്ടർ. അവന് ഒരു ഡോക്ടറാകാൻ കഴിയും. ഓക്കെ, അടുത്താണ് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഇത് ബുദ്ധിമുട്ട് ആയേക്കാം, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയില്ലേ, ഇറ്റ് ക്യാൻ ബി. ഓക്കെ, അവിടെയും എന്താണ് ആകുക എന്നുള്ള അർത്ഥമാണ്, ആകുക. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്, ഇത് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായേക്കാം എന്ന് പറയില്ലേ, അവിടെയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വന്നു പറഞ്ഞു, ഇത് എനിക്ക് തോന്നുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്, ഇത് ബുദ്ധിമുട്ടായേക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്, ഇവിടെയും ആകുക എന്നുള്ള അർത്ഥമാണ്. അടുത്താണ് ഷീ വിൽ ബി എ നേഴ്സ്. ഷീ വിൽ ബി എ നേഴ്സ്. അവൾ ഒരു നേഴ്സ് ആകും. വില്ല് കണ്ടോ, വിൽ ബി ആകും എന്ന് പറയുന്നത്, എക്സ്പെക്റ്റേഷൻ. വിൽ ബി, ഷീ വിൽ ബി എ നേഴ്സ്. അതെ, എൻ്റെ സിസ്റ്റർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഷീ വിൽ ബി എ നേഴ്സ്. ഷീ വിൽ ബി എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആകും. അപ്പോൾ ഇവിടെയും ആകുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്താണ് യു ഷുഡ് ബി ഹിയർ ബൈ 5 PM. ഞാൻ നിങ്ങളോട് പറയുന്നത് യു ഷുഡ് ബി ഹിയർ ബൈ 5 PM. അതെ, 5 മണിയോട് കൂടി നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. എന്താണ്, 5 മണിയോട് കൂടി നീ ഇവിടെ ഉണ്ടായിരിക്കണം. യു ഷുഡ് ബി ഹിയർ ബൈ 5 PM. മനസ്സിലായല്ലോ, 5 മണിയോട് കൂടി നീ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നീ ഇവിടെ ആകണം, നീ ഇവിടെ ആകണം എന്നൊക്കെ പറയാം. നീ ഇവിടെ ആകണം. അപ്പോൾ ആകണം, ഉണ്ടാകണം എന്നൊക്കെയാണ് ബിയുടെ യഥാർത്ഥ അർത്ഥം. ഓക്കെ ആണല്ലോ, ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ 4ാമതാണ് മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെയും ബി ഉപയോഗിക്കാം. ഉദാഹരണം പറയുമ്പോൾ വ്യക്തമായി അല്ലേ. ഇനി അടുത്ത് നോക്കാം, നമ്മുടെ 5ാമതും അതുപോലെ 6ാമതും. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ സംശയമുള്ളതാണ്. ഓക്കെ, ഇതാ ഫൈൻ. അടുത്താണ് ടു ബി. എന്താണ് ടു ബി? ഓക്കെ, ടു ബി ഉണ്ട്, നോക്കാം. ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാൻ, അല്ലെങ്കിൽ ആകാൻ വേണ്ടി എന്നർത്ഥം. ആകാൻ വേണ്ടി, മനസ്സിലായില്ല? ഉദാഹരണം കണ്ടോളിന്ന്, ഉദാഹരണം കാണുമ്പോൾ ഓക്കെയാണ്. ഇതാ ഞാൻ പറയാം. അപ്പം നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് പ്ലേ, അല്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അല്ലേ? പ്ലേ, കളിക്കുക. ആ പ്ലേ എന്ന് പറയുന്ന വേർഡിൻ്റെ മുന്നേ, വെർബിൻ്റെ മുന്നേ ടു ചേർത്ത് കഴിഞ്ഞാൽ ടു പ്ലേ, കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി. കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ പറയാണ് ഐ വെൻറ്റ് ടു ദ പാർക്ക്. ഐ വെൻറ്റ് ടു ദ പാർക്ക്, ഞാൻ പാർക്കിലേക്ക് പോയി. എന്തിന്? ടു പ്ലേ, കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി എന്ന് പറയല്ലേ. അപ്പോൾ ആ പ്ലേക്ക് പകരം നമ്മൾ ബി ചേർക്കുകയാണെങ്കിലോ, ബി എന്ന് പറഞ്ഞാൽ ആകുക, ടു ബി എന്ന് പറഞ്ഞാലോ ആകാൻ, അല്ലെങ്കിൽ ആകാൻ വേണ്ടി എന്നായി. ഉദാഹരണം ഒന്നാമത്താണ്, ഇവിടെ നോക്കാം. ഐ വോണ്ട് ടു ഗോ ദെയർ. നമുക്കറിയാം എന്താണ് വോണ്ട് ടു, അല്ലേ? വോണ്ട് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഐ വോണ്ട് ടു ഗോ ദെയർ. ഐ വോണ്ട് ടു ഗോ ദെയർ, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഐ വോണ്ട് ടു ഗോ ദെയർ, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതാ ഈ ഗോന് പകരം നമ്മൾ ബി ചേർക്കുകയാണെങ്കിലോ, അല്ലേ? ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? എന്താണ്? ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ബി, ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു. എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നറിയോ? ബി എ ഡോക്ടർ, ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഞാനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഐ വോണ്ട് ടു ബി എ ഡോക്ടർ. ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നായി. അടുത്ത കണ്ടോളൂ, ഇതാ ഷീ വോണ്ട്സ് ടു ബി എ നേഴ്സ്. എന്നർത്ഥം അവൾ ഒരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്നു. അവൾ ഒരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ ഇവിടെ ബീന് പകരം ഞാൻ പറയാണ് ഈറ്റ്. എന്തായി? ഷീ വോണ്ട്സ് ടു ഈറ്റ് ബിരിയാണി. എന്താണ്? ഷീ വോണ്ട്സ് ടു ഈറ്റ്, ബി അല്ല, ഈറ്റ് ബിരിയാണി. എന്നർത്ഥം അവൾ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആണല്ലോ. ആ ഈറ്റിന് പകരം എന്താ, ഞാനിവിടെ ബി ചേർത്തു. ബി എന്ന് പറഞ്ഞാൽ ആകുക. അപ്പം എന്തായി? അവൾ ആകാൻ ആഗ്രഹിക്കുന്നു. എന്ത്? എ നേഴ്സ്, അവളൊരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഓക്കെ ആണോ? ഓക്കെയാണ്, അത് ഓക്കെയാണ്. ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമ്പിൾ നോക്കിയോളൂ. ഇതാ ഹാവ് ടു. നമുക്കറിയാം ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലേ പറയാം, അല്ലേ? ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറയാം. ഇതാ
ഫോർ എക്സാമ്പിൾ, യു ഹാവ് ടു കം ഹിയർ. യു ഹാവ് ടു കം ഹിയർ. അതെ, നിനക്കിവിടെ വരണം, അല്ലെങ്കിൽ നിനക്കിവിടെ വരേണ്ടതുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ കം എന്ന് പറയുന്നതാണ് വരുക അല്ലേ? ആ വരുക എന്നുള്ള അർത്ഥം വന്നതുകൊണ്ടല്ലേ നിനക്കിവിടെ വരേണ്ടതുണ്ട് എന്ന് ആയത്. ഈ കമ്മിന് പകരം നമ്മൾ ബി ചേർക്കുകയാണെങ്കിലോ നിനക്ക് ആകേണ്ടതുണ്ട് എന്നായി അല്ലേ? എടാ നിനക്ക് ആകണം, എന്തായി പറയണത്? നിന്റെ ഫാദർ നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു, അറ്റ്ലീസ്റ്റ് നീ ഡോക്ടറെങ്കിലും ആകണടാ, പറയില്ലേ? ആകണം. കണ്ടോളി, യു ഹാവ് ടു ബി റെഡി. നീ തയ്യാറാകണം അല്ലേ? റെഡി എന്നാൽ തയ്യാർ അല്ലേ? തയ്യാറാകുക. അപ്പൊ ബി എന്നല്ലോ, ബി എന്ന് പറഞ്ഞാൽ ബി ആകുക അല്ലേ? എന്തായി? യു ഹാവ് ടു ബി റെഡി, നിനക്ക് തയ്യാറാകേണ്ടതുണ്ട്. ബിഫോർ 6 PM, 6 മണിക്ക് മുന്നേ. എന്താണ്? 6 മണിക്ക് മുന്നേ നിനക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്നായി. അപ്പോൾ ഇവിടെ ഉണ്ട് ടു ബി, ബി ആകുക. ഹാവ് ടു ബി എന്ന് പറഞ്ഞാലോ ആകേണ്ടതുണ്ട് അല്ലേ? ഹാവ് ടു ബി ആകേണ്ടതുണ്ട്. വോണ്ട് ടു ബി ആകാൻ ആഗ്രഹിക്കുന്നു. മസ്റ്റ് ബി നിർബന്ധമായിട്ടും ആകണം. ഷുഡ് ബി ആകണം. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കാം. ഷീ ഹാസ് ടു ബി. നമുക്കറിയാം ഷീൻ്റെ കൂടെ ഹാവ് ടു വരാറുണ്ടോ? ഇല്ല, ഷീൻ്റെ കൂടെ ഹാസ് ടു ആണല്ലോ. ഷീ ഹാസ് ടു ബി, അവൾക്ക് ആകേണ്ടതുണ്ട്. എന്ന് പറയുമോ? മോർ കെയർഫുൾ, കൂടുതൽ ശ്രദ്ധ ഉള്ളവളാകേണ്ടതുണ്ട് അവൾക്ക് എന്നായി. അവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു. ഷീ ഹാസ് ടു ബി മോർ കെയർഫുൾ. ഷീ ഹാസ് ടു ബി മോർ കെയർഫുൾ. അവൾക്ക് കൂടുതൽ ശ്രദ്ധ ഉള്ളവളാകേണ്ടതുണ്ട്. അത്ര തന്നെ, വേറെന്താ? അത് ഓക്കെ ആണോ? ഓക്കെ അല്ല, ഒരു കുഴപ്പമില്ല. അടുത്ത എക്സാമ്പിൾ കണ്ടോളി. ഇനിയുണ്ട് എക്സാമ്പിൾ. ഓക്കെ, ടു ബി ടു ബി ടു ബി. ഇത് വളരെ മനോഹരമായ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബി ഒരു സംശയം വേണ്ട. ടു ബി, ഐ അല്ല, ഹി വെന്റ് ടു ലണ്ടൻ. എന്താർത്ഥം? ഹി വെന്റ് ടു ലണ്ടൻ, അവൻ ലണ്ടനിൽ പോയില്ലേ? അല്ലെങ്കിൽ അവൻ ലണ്ടനിലേക്ക് പോയി. എന്തിന് പോയി? ടു ബി, ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ആകാൻ. എന്താകാൻ? എ ബിസിനസ് മാൻ. കണ്ടോ? ഒരു ബിസിനസ്മാൻ ആകാൻ വേണ്ടി അവൻ ലണ്ടനിൽ പോയി, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആകാൻ അവൻ ലണ്ടനിൽ പോയി എന്നായി. ഇവിടെ കണ്ടോ? ടു ബി വളരെ വ്യക്തമായില്ലേ? ടു ബി ആകാൻ അല്ലെങ്കിൽ ആകാൻ വേണ്ടി എന്നായി. അടുത്ത എക്സാമ്പിൾ കണ്ടോളി. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചു. എന്തിന്? ടു ബി, ആകാൻ അല്ലെങ്കിൽ ആകാൻ വേണ്ടി. എന്താകാൻ വേണ്ടി? എ ടീച്ചർ. ഒരു ടീച്ചർ ആകാൻ വേണ്ടി. ഇവിടെ കണ്ടോ? ഒരു ടീച്ചർ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാൻ അവൾ ഇംഗ്ലീഷ് പഠിച്ചു എന്നായി. അത് ഓക്കെ ആണോ? ഓക്കെ അല്ല, ഒരു കുഴപ്പമില്ലാത്ത അടുത്ത കണ്ടോളി. ഇവിടെയുണ്ട് ഹി വർക്ക്ഡ്. അവൾ ജോലി ചെയ്തു. ഓക്കെ, അവൾ വർക്ക് ഹാർഡ് ആണ്. അവൾ കഠിനാധ്വാനം ചെയ്തു എന്നാണ്. ഓക്കെ, ഹി വർക്ക്ഡ് ഹാർഡ്. അവൾ കഠിനാധ്വാനം ചെയ്തു. എന്തിന്? ടു ബി, ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ആകാൻ. എന്താകാൻ? എ ഗുഡ് ഡോക്ടർ. ഒരു നല്ല ഡോക്ടർ ആകാൻ അവൾ കഠിനാധ്വാനം ചെയ്തു എന്നായി. അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടർ ആകാൻ വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്തു എന്നായി. ഇത് ഓക്കെയാണോ? ഓക്കെയാണ്. ഇനി നമ്മുടെ 6ാമത്തെ നല്ല കിടിലം ഉപയോഗമാണ് ടു ബിയുടെ. കഴിഞ്ഞിട്ടില്ല, ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ. ഇതിന് നമ്മൾ പറയും പാസീവ് വോയിസ് എന്ന് പറയും. എന്താണ് പറയുക? പാസീവ് വോയിസ്. ഓക്കെ, ഈസ് ഹിയർ. ഇനി ഇവിടെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഇതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും കൂടുതൽ സംശയം വരുന്നതാണ്. ടു ബി പ്ലസ് വെർബ് തേർഡ് ഫോം. ഇത് കാണുന്ന പേടിക്കണ്ട. ചെയ്യപ്പെടാൻ എന്നർത്ഥം. അതും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ പുഷ്പം പോലെ ആകും. ഞാൻ പറയാണ് ടു ഇൻവൈറ്റ്. എന്താർത്ഥം? ടു ഇൻവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാൻ വേണ്ടി ആണല്ലോ അല്ലേ? എന്താണ്? ക്ഷണിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാൻ വേണ്ടി എന്നായി. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ, എൻ്റെ വീട്ടിൽ കല്യാണം വിചാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം വിചാരിക്കാം. ഒരു കുഴപ്പമുണ്ടോ? ആഗ്രഹിക്കാമല്ലോ. എൻ്റെ കല്യാണം വിചാരിക്കാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. എന്തിനാണ് വരുന്നത്? നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ആണല്ലോ. വന്നു വിചാരിക്കാം. അപ്പം ഐ കെയിം ടു യുവർ ഹോം. ഓക്കെ, ഐ കെയിം ടു യുവർ ഹോം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. എന്തിന്? ടു ഇൻവൈറ്റ് യു. ടു ഇൻവൈറ്റ് യു.
എക്സാമ്പിൾ ഉണ്ട്. ഐ കെയിം ടു യുവർ ഹോം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. എന്തിന്? ടു ഇൻവൈറ്റ് യു, നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിക്കാൻ. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ? ഇത് ഓക്കെയാണ്, ഒരു സംശയമില്ല. ഇനി അടുത്താണ് ടു ബി. കണ്ടോളി, നിങ്ങളുടെ വീട്ടിലാണ് കല്യാണം. വിചാരിക്കുക, നിങ്ങളുടെ വീട്ടിലാണ് കല്യാണം. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു, എന്നോട് മാത്രമേ പറഞ്ഞില്ല. എന്താണ്? എന്നോട് മാത്രമേ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം. അത് ശരി, എല്ലാവരോടും പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തോ? ഇല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. ഐ കെയിം, ഇവിടെ ഉണ്ടോ? ഐ കെയിം ടു യുവർ ഹോം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. എന്തിനാ വന്ന്? ക്ഷണിക്കാനാ? അല്ലല്ലോ, കല്യാണം നിങ്ങളുടെ വീട്ടിലല്ലേ. അപ്പോൾ എന്താണ്? ക്ഷണിക്കപ്പെടാൻ. എന്താണ്? ക്ഷണിക്കപ്പെടാൻ. അവിടെ ഉണ്ടോ? ടു ബി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കപ്പെടാൻ, അല്ലെങ്കിൽ ക്ഷണം ലഭിക്കാൻ അല്ലേ, തിരിച്ച് ലഭിക്കാൻ. അപ്പോൾ ഇതാ, ഐ കെയിം ടു യുവർ ഹോം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. ടു ബി ഇൻവൈറ്റഡ്, ക്ഷണം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാൻ വേണ്ടി എന്നായി. ഉണ്ടോ? ടു ബി ഇൻവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ഷണം ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്നായി. ഓക്കെ ആണോ എന്ന് പറയാം. ടു ഇൻവൈറ്റ്, ക്ഷണിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാൻ വേണ്ടി. പക്ഷേ ടു ബി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ഷണം ലഭിക്കാൻ വേണ്ടി എന്നായി. ഓക്കെ ആണോ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, എവിടെ പോയത്? കാരണം ഏറ്റവും കൂടുതൽ സംശയമുള്ള സംഭവമാണത്. ഇതാ ഇവിടെയുണ്ട്, വളരെ വ്യക്തമായിട്ട്. ഒന്നും കൂടി, ടു റെസ്പെക്ട്. എന്താണ്? ടു റെസ്പെക്ട്. ഓക്കെ, ടു റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കാൻ വേണ്ടി. എടാ, ഞാൻ അവിടെ പോയി, എന്തിനാണ് പോയത്? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി പോയതാണെന്ന് എന്നല്ലേ. ടു റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ ബഹുമാനിക്കാൻ വേണ്ടി എന്നായി. പക്ഷേ ടു ബി റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാലോ പാസീവ് വോയിസ് ആണ്. തിരിച്ച ഇങ്ങോട്ട്. ടു ബി റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ബഹുമാനം ലഭിക്കാൻ വേണ്ടി എന്നായി. ബഹുമാനം ലഭിക്കാൻ, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ എന്നായി. ഉദാഹരണം കണ്ടോളി. എവ്രി വൺ വോണ്ട്സ് ടു റെസ്പെക്ട് യു. എവ്രി വൺ വോണ്ട്സ് ടു റെസ്പെക്ട് യു. എടാ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? എടാ, എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നുണ്ടെന്ന്. മാത്രമല്ല, എല്ലാവരും നിന്നെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ? എവ്രി വൺ വോണ്ട്സ് ടു റെസ്പെക്ട് യു. എല്ലാവരും നിന്നെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ടു ബി റെസ്പെക്റ്റഡ്. കണ്ടോളി, വളരെ മനോഹരമായിട്ട്. ബഹുമാനിക്കപ്പെടാൻ. എവ്രി വൺ വോണ്ട്സ് ടു ബി റെസ്പെക്റ്റഡ്. എല്ലാവരും ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയല്ലേ? ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ എവ്രി വൺ വോണ്ട്സ് ടു ബി റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ബഹുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ടു റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ ബഹുമാനിക്കാൻ വേണ്ടി. അതല്ല, ടു ബി റെസ്പെക്ട് എന്ന് പറഞ്ഞാലോ പാസീവ് വോയിസ് ആണ്. ഇങ്ങോട്ടാണ്. എന്താണ്? ബഹുമാനിക്കപ്പെടാൻ, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ വേണ്ടി, ബഹുമാനം ലഭിക്കാൻ വേണ്ടി എന്നായി. സംശയമുണ്ട്? ഒരു കുഴപ്പമില്ല. അടുത്ത എക്സാമ്പിൾ ഉണ്ടോളി. നമ്മുടെ നാലാമത്തെ എക്സാമ്പിളാണ്. ടു ഹെൽപ്പ്. എന്താ അർത്ഥം? ഹെൽപ്പ് എന്നാൽ സഹായിക്കുക. ടു അതിന് മുന്നേ വന്നതോടുകൂടി സഹായിക്കാൻ, അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി ആണല്ലോ. സഹായിക്കാൻ, അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി. അടുത്താണ് ടു ബി ഹെൽപ്ഡ്. എന്താണ്? ടു ബി ഹെൽപ്ഡ് എന്താണ്? സഹായം ലഭിക്കാൻ, അല്ലെങ്കിൽ സഹായിക്കപ്പെടാൻ എന്ന് പറഞ്ഞു. നമ്മൾ സഹായിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ സഹായം ലഭിക്കാൻ വേണ്ടി. ഉദാഹരണമാണ് ഇതാ. യെസ്റ്റർഡേ, ഇന്നലെ, ഐ കെയിം ഹിയർ. ഐ അല്ല, ഹി. യെസ്റ്റർഡേ, ഇന്നലെ, ഹി കെയിം ഹിയർ. ഇന്നലെ അവനിവിടെ വന്നു. എന്തിന്? ടു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഇന്നലെ അവനിവിടെ വന്നു. ആണോ? അടുത്താണ്. അടുത്ത് നോക്കണേ, അടുത്ത് ശ്രദ്ധിച്ചേക്കണേ. യെസ്റ്റർഡേ ഹി കെയിം. ഇവിടെ ടു ഇല്ല കേട്ടോ, ടു എക്സ്ട്രാ ഒന്നാണ്. ഓക്കെ, യെസ്റ്റർഡേ ഹി കെയിം ഹിയർ. ഇവിടെ ഉണ്ടോ? യെസ്റ്റർഡേ ഹി കെയിം ഹിയർ. ഇന്നലെ അവൻ ഇവിടെ വന്നു. ആണോ? എന്തിന്? സഹായം ലഭിക്കാൻ. ഇന്നലെ അവനിവിടെ സഹായം ലഭിക്കാൻ വേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു എന്നെ സഹായിക്കാനാണെന്ന്. അങ്ങനല്ല, അവൻ ഇവിടെ ഇന്നലെ വന്നത് സഹായം ലഭിക്കാൻ വേണ്ടിയാണ്, സഹായിക്കപ്പെടാൻ വേണ്ടി. ടു ബി ഹെൽപ്ഡ് എന്നായി. ടു ബി ഹെൽപ്ഡ്,
സഹായിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സഹായം ലഭിക്കാൻ വേണ്ടി ഇന്നലെ അവൻ ഇവിടെ വന്നു എന്നായി. ഇപ്പോൾ ഏകദേശം നല്ല ക്ലിയർ ആയി അല്ലേ? നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ഉദാഹരണം കൂടി ഉണ്ട്. ഈ ഉദാഹരണം കൂടി കണ്ടു കഴിഞ്ഞാൽ കിടിലം, പിന്നെ ഒരിക്കലും മറക്കില്ല. ടു ലവ്. ടു ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക അല്ലേ? അതിന് മുന്നേ ടു വന്നു. എന്തായി? ടു ലവ്, സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി ആണല്ലോ, അതിനാണ് ജീവിക്കുന്നത്. സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി. ഇനി അടുത്താണ് ടു ബി ലവ്ഡ്. ടു ബി ലവ്ഡ്, സ്നേഹിക്കപ്പെടാൻ വേണ്ടി, സ്നേഹം ലഭിക്കാൻ വേണ്ടി എന്നല്ലേ? സ്നേഹം ലഭിക്കാൻ അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാൻ വേണ്ടി. എങ്ങനെയും പറയാം സ്നേഹിക്കപ്പെടാൻ. ഓക്കെ, സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാൻ വേണ്ടി എന്നായി. ഉദാഹരണം കണ്ടോളി. ഐ ഡിഡ് എവറിത്തിങ്. ഞാൻ എല്ലാതും ചെയ്തു. ഞാൻ എല്ലാം ചെയ്തു. എന്തിന്? എന്തിന്? ടു ലവ് ഹർ, അവളെ സ്നേഹിക്കാൻ വേണ്ടി. അവളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തു. ഇനി ചെയ്യാതെ ഒന്നുമില്ല. അവൾക്ക് ഐഫോൺ വാങ്ങിക്കൊടുത്തു, iPhone 25, iPhone 35 എല്ലാം വാങ്ങിക്കൊടുത്തു. കാറ്, ഫെറാരി എല്ലാം വാങ്ങി. എന്താണ്? എന്തിനു വേണ്ടി? ഐ ഡിഡ് എവറിത്തിങ് ടു ലവ് ഹർ, അവളെ സ്നേഹിക്കാൻ വേണ്ടി. പിന്നെ അടുത്താണ് അടനോളി. ഐ ഡിഡ് എവറിത്തിങ്, ഞാൻ എല്ലാതും ചെയ്തു. എല്ലാതും അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു. എന്തിന്? ടു ബി ലവ്ഡ്. ടു ബി ലവ്ഡ്, സ്നേഹം ലഭിക്കാൻ വേണ്ടിയിടാ. സ്നേഹം ലഭിക്കാൻ വേണ്ടി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവളിനെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഐ ഡിഡ് എവറിത്തിങ്, ഞാൻ എല്ലാതും ചെയ്തു. ടു ബി ലവ്ഡ്, സ്നേഹം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തു എന്നായി. ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ മക്കളെ കമൻറ്റ് ബോക്സ് കാലിയാണ്, അവിടെ എഴുതിയിട്ട് അയച്ചോളി. ഓക്കെ, അപ്പോൾ ഈ ബിയുടെ സംശയങ്ങൾ ഏകദേശം എല്ലാവർക്കും മാറി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു എവരിവൺ.